everyone, this is Annapurni and welcome to my channel. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. ഐ വാണ്ട് ടു ഷെയർ എ ഹാപ്പി ന്യൂസ് വിത്ത് യു ഗൈസ്. അങ്ങനെ എനിക്ക് US ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടി. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടുമ്പോൾ ആരാണെങ്കിലും ഹാപ്പി ആവും. പക്ഷെ എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു സ്പെഷ്യൽ തിങ് ആണ്. അതെന്താ വെച്ചാല് ഡ്രൈവിംഗ് എന്നത് എന്റെ ലൈഫിലെ ഒരു ഗ്രേറ്റസ്റ്റ് ഫിയർ ആയിരുന്നു. പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് പോയാൽ തന്നെ സ്പീഡ് ഇത്തിരി കൂടുമ്പോഴേക്കും എന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ വരാറുണ്ട്. പക്ഷെ ഈ പേടിയൊക്കെ മാറ്റി എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത് ആരാണെന്ന് അറിയണ്ടേ? ബുക്സ്. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. ബുക്ക് വായന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പോവില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൗ ബുക്ക് റീഡിംഗ് ഹെൽപ് മീ ടു ഓവർകം ദ ഗ്രേറ്റസ്റ്റ് ഫിയർ ഇൻ മൈ ലൈഫ് ആൻഡ് ഹൗ ബുക്ക് റീഡിംഗ് ഹെൽപ് മീ ടു ഗെറ്റ് ദ ഡ്രൈവേഴ്സ് ലൈസൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അവരുടെ ലൈഫിലെ ദ ഗ്രേറ്റസ്റ്റ് ഫിയർ ആയിട്ട്. ചിലരുടെ ഫിയേഴ്സ് മറ്റു ചിലർക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിരിക്കും. ചിലർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരിക്കും, ചിലർക്ക് ഹൈറ്റ്, ചിലർക്ക് സ്വിമ്മിങ്, ചിലർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ചിലർക്ക് സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, ചിലർക്ക് റിസ്ക് ഒക്കെ എടുക്കാനായിട്ട്, ഇങ്ങനെ പലതരം ഫിയേഴ്സ് ഉണ്ടാവും ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട്. എനിക്ക് അതുപോലെ ഉണ്ടായിരുന്ന ഒരു ഫിയർ ആയിരുന്നു ഡ്രൈവിംഗ്. ഞാനൊക്കെ എന്തായാലും ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. ബുക്സ് എന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ചിലപ്പോൾ നടക്കുമായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ ചെറിയ ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് ഈ ബുക്സ് ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്ന്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ് സൂൺ. അതിനു മുൻപ് എന്റെ ലൈഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് ഇത്തിരി ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. മിക്കവരും ഒരു 18 വയസ്സാവുമ്പോഴേക്കും ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചേർന്ന് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. എന്റെ ആ പ്രായത്തിൽ ഞങ്ങൾ 3 കുട്ടികളെ നല്ല കോളേജിലൊക്കെ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്റെ പാരന്റ്സിന് അതിനിടയിൽ കൂടി നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണോ, ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്കട്ടെ എന്നൊന്നും അവർ ചോദിച്ചതുമില്ല. ഞാൻ അവരോട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ലായിരുന്നു. ചിലർക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്ക് പിന്നെ ആ ത്വരയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ US വന്നപ്പോൾ ഇവിടെ ലേഡീസ് എല്ലാവരും കാർ ഓടിക്കുന്നത് കണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ വന്നാലും ഡ്രൈവിംഗ് എന്നൊരു പേടി കാരണം അതെല്ലാം ഡിസപ്പിയർ ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇടയ്ക്കൊരിക്കൽ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അത് മാത്രമല്ല എന്റെ ഡ്രൈവിംഗിന്റെ പേടിയും എന്റെ ഓടിക്കലിന്റെ രീതിയും ഒക്കെ കണ്ടപ്പോൾ എന്റെ കെട്ടിയവൻ എന്നെ പഠിപ്പിക്കാൻ ഇത്തിരി പേടിയായി. അതങ്ങോട്ട് അത്ര പ്രോഗ്രസ് ആയില്ല. പിന്നെ അങ്ങനെ വിട്ടു. കൊറോണ വന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയപ്പോൾ പിന്നെ കാർ എടുത്തിട്ട് എവിടെ പോകാനും ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്നൊരു കംഫർട്ട് സോണിൽ പെട്ടു. അത് മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. വീടിന്റെ മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട്. അതുപോലെ കുട്ടികളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ് ഇറങ്ങുകയും ചെയ്യാം. അതും കൂടി ആയപ്പോഴേക്കും കുറച്ചുകൂടി കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിപ്പായി. അങ്ങനെ കംഫർട്ട് സോണിലൊക്കെ ഇരുന്ന് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കാത്തതിന്റെ കാരണം എന്റെ പാരന്റ്സും എന്റെ ഹസ്ബൻഡും ആണെന്ന്. എന്തുകൊണ്ട് എന്റെ പാരന്റ്സ് എന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടില്ല, എന്തുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്നെ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സമാധാനത്തിന് മറ്റുള്ളവരൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പോഴാണ് നമ്മുടെ താരം ബുക്സ് എന്റെ ലൈഫിൽ വരുന്നത്. ബുക്ക് വായനയിലൂടെ ഒരുപാട് നല്ല നല്ല ചേഞ്ചസ് ആണ് എന്റെ ലൈഫിൽ ഉണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ ബുക്സിലൂടെ അറിയാൻ സാധിച്ചെങ്കിലും എന്നെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 4 ലെസൺസിൽ ഏതെങ്കിലും ഒക്കെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഗ്രേറ്റസ്റ്റ് ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലെസൺ നമ്പർ 1, ദ ലിമിറ്റിംഗ് ബിലീഫ് ഓഫ് ഐ ആം നോട്ട് ഫ്രം ദ ബുക്ക് ദ 12-hour walk. ഈ ബുക്കിന്റെ ഓഥർ കോളിൻ ഒബ്രാഡി ഒരുപാട് വേൾഡ് റെക്കോർഡ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഓരോ ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ലൈഫിലെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ എങ്ങനെ ഗ്രോയിങ് മൈൻഡ് സെറ്റോട് കൂടി കാണണം എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്കിലെ ഒരു ചാപ്റ്റർ ആണ് ഐ ആം നോട്ട് എ ഡാഷ്. ഇതിൽ റോയിങ് തീരെ അറിയാത്ത ആള് അന്റാർട്ടിക്കയുടെ അടുത്തുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രേക്ക് പാസേജ് എന്നൊരു വാട്ടർ ബോഡിയെ വിത്തൗട്ട് എനി മെക്കാനിക്കൽ സപ്പോർട്ട് ജസ്റ്റ് തുഴഞ്ഞു മാത്രം മറികടന്നു എന്ന കാര്യമാണ് പറയുന്നത്. റോയിങ് തീരെ അറിയാത്ത കോളിൻ ഡ്രേക്ക് പാസേജ് ഹ്യൂമൻ ഡ്രോയിങ്ങിലൂടെ കടക്കാനായി പ്ലാൻ ഇട്ട ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം വെറും 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഒരു ട്രെയിനറിന്റെ അടുത്ത് പോയി റോയിങ് പഠിക്കുന്നത്. അങ്ങനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഡ്രേക്ക് പാസേജ് മറികടക്കുകയും ചെയ്യും. ഈ ചാപ്റ്ററിൽ പറയുന്ന ലിമിറ്റിംഗ് ബിലീഫ് ആണ് ഐ ആം നോട്ട് എ ഡാഷ്. ഇതിൽ എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്റെ കാര്യത്തിലാണെങ്കിൽ ഐ ആം നോട്ട് എ ഡ്രൈവർ എന്ന ലിമിറ്റിംഗ് ബിലീഫിനെ എങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി കാണണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു ഡ്രൈവർ ആയിരിക്കില്ല, പക്ഷേ ഭാവിയിൽ ഞാനൊരു ഡ്രൈവർ
ആവാൻ പാടില്ല എന്നതിന് യാതൊരു റീസണും ഇല്ല എന്നാണ് പറയുന്നത്. തീരെ അറിയാത്ത കാര്യം പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ തീം. ഇത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യമാണ്. ലെസൺ നമ്പർ 2, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേൾസ് ആൻഡ് ബോയ്സ് സൈക്കോളജി ഇൻ റേസിംഗ് ദർ ഹാൻഡ്സ് ഫ്രം ദ ബുക്ക് റൈസ് ഓഫ് ദ ഗേൾ. ഈ ബുക്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പെൺമക്കളെ നല്ല കോൺഫിഡന്റ് ഗേൾ ആയിട്ട് വളർത്തുന്നത്, എങ്ങനെയാണ് അവരെ എല്ലാ കാര്യത്തിലും റേസ് ദർ ഹാൻഡ്സ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബുക്കിൽ ഗേൾസ് ആൻഡ് ബോയ്സ് സൈക്കോളജിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഗേൾസ് തനിക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് 100% ഉറപ്പുണ്ടെങ്കിൽ അവർ കോൺഫിഡന്റ് ആയിട്ട് കൈകൾ ഉയർത്തുള്ളൂ. നേരെ മറിച്ച് ബോയ്സ് ആണെങ്കിൽ ഒരു 60% ഉറപ്പ് വന്നാൽ തന്നെ അവർ കോൺഫിഡന്റ് ആയിട്ട് റേസ് ദ ഹാൻഡ്സ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. എക്സാമ്പിളായി പറയുന്ന ഒരു കാര്യമാണ്, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെങ്കിലും അറിയില്ലെങ്കിൽ ഗേൾസ് അപ്ലൈ ചെയ്യാൻ ഇത്തിരി മടി പിടിക്കും. അതേസമയം ബോയ്സ് ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പാതിയിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അവർ ആ ജോബ് അപ്ലൈ ചെയ്തിട്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ട്രൈ ചെയ്യും. എല്ലാവരും അങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ കാര്യത്തിൽ അത് ശരിയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നല്ലപോലെ അറിയാമെങ്കിൽ എനിക്ക് അത് ഇത്തിരി കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം എന്റെ ഡ്രൈവിംഗ് പഠനത്തെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം. ഞാനൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് 3 ക്ലാസ്സസിനാണ് ജോയിൻ ചെയ്തത്. കംപ്ലീറ്റ്ലി ന്യൂ ഡ്രൈവർ ആണ്. 3ാമത്തെ ക്ലാസ് കഴിഞ്ഞതും ഇനി കുറച്ചുകൂടി എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ വേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന എന്റെ അടുത്ത് ഇൻസ്ട്രക്ടർ പറഞ്ഞു, ഓക്കെ, യു ആർ ഗുഡ്, ഫസ്റ്റ് ഗോ ആൻഡ് രജിസ്റ്റർ ഫോർ ദ ടെസ്റ്റ് ആൻഡ് ഡു സം മോർ പ്രാക്ടീസസ്, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് എന്ന്. അത് കേട്ടപ്പോഴേക്കും ഞാൻ ഞെട്ടി. റിയലി ആം ഐ റിയലി റെഡി ടു ഗെറ്റ് ലൈസൻസ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഈ ബുക്കിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. മേ ബി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗേൾ സൈക്കോളജി ആയിരിക്കും എന്നെ ആം ഐ റിയലി റെഡി ടു ഗെറ്റ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നൊക്കെ ചിന്തിപ്പിച്ചത്. ഇങ്ങനെ ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, 100% അറിഞ്ഞിട്ട് ഡ്രൈവിംഗ് കോൺഫിഡന്റ് ആവണമെന്നില്ല. പഠിച്ച 60% സ്കിൽസ് വെച്ചിട്ട് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ എഫേർട്സ് ഒക്കെ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാറ്റി ചിന്തിക്കാനായിട്ട് എന്നെ സഹായിച്ചത് ബുക്സ് ആണ്. ലെസൺ നമ്പർ 3, ഐ ഷുഡ് നോട്ട് സെൻഡ് എ റോങ് മെസ്സേജ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ ഫ്രം ദ ബുക്ക് സം ഡേ ഈസ് നോട്ട് എ ഡേ ഇൻ ദ വീക്ക്. ഈ ബുക്കിന്റെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ഒരിക്കൽ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ പാടില്ല എന്നതാണ്. നമ്മളിൽ ഒരുപാട് പേരും ഫസ്റ്റ് കുറച്ച് സമ്പാദിക്കട്ടെ, കുറച്ചൊന്ന് സെറ്റിൽ ആവട്ടെ, കുട്ടികൾ ഇത്തിരി വലുതാവട്ടെ, കുട്ടികളെ കെട്ടിച്ചു വിടട്ടെ, റിട്ടയർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ട്. ഈ ബുക്കിലെ ഒരു പോർഷനിൽ പറയുന്നുണ്ട്, ജോലി തിരക്കിൽപ്പെട്ടും കുട്ടികളെ നോക്കുന്ന തിരക്കിൽപ്പെട്ടും ലൈഫ് എൻജോയ് ചെയ്യാൻ മറക്കുന്ന പാരന്റ്സ് എല്ലാവരും അവർ അറിയാതെ തന്നെ അവരുടെ കുട്ടികൾക്ക്, അതായത് നെക്സ്റ്റ് ജനറേഷന് ഒരു റോങ് മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നതെന്ന്. ആ റോങ് മെസ്സേജ് എന്താണെന്നാൽ, കുട്ടികളായാൽ പിന്നെ ഒരേ കഷ്ടപ്പാടാണ്, ഫുള്ള് ബിസി ആവും, ലൈഫ് എൻജോയ് ചെയ്യാനേ പറ്റില്ല എന്ന്. അത് കാരണം തന്നെ ഇപ്പോഴുള്ള ജനറേഷനിലെ കുറെ ആളുകളൊക്കെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഡിലേ ചെയ്യുന്നത്. ഇനി ഈ ഒരു കാര്യം എന്റെ ഡ്രൈവിംഗ് പഠനത്തെ എങ്ങനെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയാം. എന്റെ കുട്ടികൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഡ്രൈവിംഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടു. ഡാഡ്സ് ഓൺലി വിൽ ഡ്രൈവ്, മോംസ് വോണ്ട് ഡ്രൈവ്. ആ ഡയലോഗിൽ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റിന്റെ ഫീൽ തോന്നിയിട്ട് എന്റെ ഹസ്ബൻഡ് അവരോട് പറഞ്ഞു, അങ്ങനെ അല്ലടാ, ഡ്രൈവിംഗ് ആർക്ക് വേണമെങ്കിലും പഠിക്കാം, മോംസിനും ഡാഡ്സിനും ഒക്കെ പഠിക്കാം. നമ്മുടെ അമ്മയ്ക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടിയില്ല, ആ സമയത്ത് നിങ്ങളൊക്കെ വളരെ ചെറുതായിരുന്നു, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയില്ല എന്ന്. ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു വിട്ട കുട്ടികൾ പിന്നീട് ഒരിക്കൽ ഇതുപോലെ ഒരു ഡ്രൈവിംഗ് ഡിസ്കഷന്റെ സമയത്ത് ഒരാൾ പറഞ്ഞു, അവർ മോം ഡോണ്ട് നോ ഡ്രൈവിംഗ്. അപ്പം മറ്റൊരാൾ സപ്പോർട്ട് ചെയ്തു, ഷീ ഡിഡ്ന്റ് ഗെറ്റ് ദ ടൈം ടു ലേൺ ബിക്കോസ് ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് അസ് എന്ന്. പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഡയലോഗ് ആണെങ്കിലും ഈ ബുക്കിൽ വായിച്ച ഒരു കാര്യവുമായി എന്റെ മൈൻഡ് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡാഡ്സ് ആണ് ഡ്രൈവ് ചെയ്യുക, അമ്മമാർ ഡ്രൈവ് ചെയ്യാറില്ല, കുട്ടികളായാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോലും സമയം കിട്ടില്ല എന്ന ഈ 2 റോങ് മെസ്സേജസ് ആണല്ലോ ഞാൻ എന്റെ കുട്ടികൾക്ക് പാസ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നി. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. എന്തായാലും ഉടനെ തന്നെ ഡ്രൈവിംഗ് പഠിക്കണം എന്ന് മനസ്സിലുറപ്പിച്ചു. ലെസൺ നമ്പർ 4, ഡ്രൈവിംഗ് കാർ ഇസ് ആൻ ഇൻഡിപെൻഡൻസ്, ഡോണ്ട് ഡിലേ ടു എൻജോയ് ഇറ്റ് ഫ്രം ദ ബുക്ക് സം ഡേ ഈസ് നോട്ട് എ ഡേ ഇൻ ദ വീക്ക്. നേരത്തെ പറഞ്ഞ സം ഡേ ഈസ് നോട്ട് എ ഡേ ഇൻ ദ വീക്ക് എന്ന ബുക്കിലെ വേറൊരു പോർഷനിൽ പറയുന്ന കാര്യമാണിത്. ഈ ബുക്കിൽ പല ആളുകളുടെയും ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ബുക്കിൽ ഒരു സെക്ഷനിൽ ഒരു അച്ഛന്റെ കഥ പറയുന്നുണ്ട്. കാർ ഓടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാള്, വർക്ക് ടെൻഷൻ ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ കാർ എടുത്ത് ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന ഒരാള്. ആ അച്ഛന് കാർ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു ഫീലാണ്. ജോലി തിരക്കിലും കുട്ടികളെ നോക്കുന്ന തിരക്കിലും ഒക്കെ പെട്ട് ആ ഒരു സ്വാതന്ത്ര്യം വല്ലപ്പോഴും മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ ആ ഒരു അച്ഛൻ. പോട്ടെ, ഇനി റിട്ടയർ ആയിട്ട് കാർ എടുത്ത് ഫുള്ള് കറങ്ങാം എന്നൊക്കെ വിചാരിച്ചു അയാൾ സമാധാനിച്ചു. പക്ഷെ റിട്ടയർമെന്റ് ആയപ്പോൾ പ്രായമായതിന്റെ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി, വിഷനൊക്കെ ബ്ലേർഡ് ആയി, കാർ ഓടിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ എത്തി. ആ അച്ഛന്റെ മക്കൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് കാക്കീസ് തിരിച്ചു വാങ്ങിച്ചതും ഡ്രൈവേഴ്സ് ലൈസൻസ് സറണ്ടർ ചെയ്തതും. ഈ ഒരു ചെറിയ സ്റ്റോറിയിലൂടെ ഓതർ പറയുന്നത്, നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് പിന്നീടേക്ക് മാറ്റി വെക്കരുത്. നമ്മൾ ചെയ്യാമെന്ന് മാറ്റിവെച്ച ആ സംഡേ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. ഈ ഒരു പോർഷൻ വായിച്ചതും ആ കഥയിൽ പറഞ്ഞിട്ടുള്ള കാർ ഡ്രൈവിംഗിനെ കുറിച്ച് കേട്ടതും ഞാൻ വിചാരിച്ചു, അതിൽ പറഞ്ഞിട്ടുള്ള
പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ശരിയാണ്, കാർ ഡ്രൈവിംഗ് ഒരു ഇൻഡിപെൻഡൻസ് തന്നെയായിരിക്കും. എനിക്ക് കുട്ടികളെ കൊണ്ട് ഓരോ പരിപാടിക്കും പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ സ്കെഡ്യൂൾ ചെക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും കാർ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങാം. ഇവിടെ ഞാൻ ആ ഇൻഡിപെൻഡൻസ് ഡിലേ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ആ ഒരു ഇൻഡിപെൻഡൻസ് ഞാൻ എക്സ്പീരിയൻസ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഐ ഷുഡന്റ് വേസ്റ്റ് മൈ ടൈം എന്ന് അപ്പൊ തന്നെ ഒരു സ്പാർക്ക് കയറി അങ്ങനെ പോയി ഡ്രൈവിംഗ് സ്കൂൾസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. വേഗം തന്നെ ക്ലാസ്സസ് ബുക്ക് ചെയ്തു, ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടി. അച്ഛനോട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ലൈഫിനെ പോസിറ്റീവായി കാണാനും മറ്റുള്ളവരോട് എംപത്തൈസ് ചെയ്യാനും റിസ്ക്സ് ഒക്കെ എടുക്കാനും എല്ലാം പഠിച്ചു. അതിൽ എന്നെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള 4 ലെസൺസ് ആണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ, എന്താണ് നിങ്ങളുടെ ലൈഫിലെ ഗ്രേറ്റസ്റ്റ് ഫിയർ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായി ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യം എന്തെങ്കിലും കാരണങ്ങളാൽ മടിപിടിച്ചിരിക്കുന്നുണ്ടോ? അതൊക്കെ എന്താണ്? അത് ചെയ്യാൻ പറ്റാത്തതിന് നിങ്ങൾ ആരൊക്കെയാണ് കുറ്റം പറയുന്നത്? ഇതെല്ലാം മനസ്സിലൊന്ന് കൊണ്ടുവന്നിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ ഈ 4 ലെസൺസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു എന്നൊക്കെ ചിന്തിക്കുക. ഇനി നിങ്ങൾ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ എടുത്തു എന്നിട്ടും അതൊന്നും നടക്കുന്നില്ല എങ്കിൽ ഡെസ്പ് ഒന്നും അടിക്കാതെ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് കീപ് ഓൺ സേയിങ് വാട്ട് യു വാണ്ട്. ദ യൂണിവേഴ്സ് വിൽ ഗിവ് ദാറ്റ് ടു യു. അതാണ് ദ സീക്രട്ട് എന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ദ ലോ ഓഫ് അട്രാക്ഷനിന്റെ പവർ. ഡ്രൈവിംഗ് എന്ന ഇൻഡിപെൻഡൻസ് ഇപ്പൊ ഞാൻ നല്ലപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. ഡ്രൈവിംഗ് എന്ന എന്റെ ലൈഫിലെ ഗ്രേറ്റസ്റ്റ് ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് ബുക്സ് ആണ്. ബുക്സിന് ഇതുപോലെ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അത് എല്ലാവരും അനുഭവിച്ചറിയണം എന്നതാണ് എന്റെ ആഗ്രഹം. ഈ ഒരു ചാനലിലൂടെ ഞാൻ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവയർനെസ്സും അതാണ്. സോ എല്ലാവരും ബുക്സ് വായിക്കുക. നമ്മുടെ എല്ലാവരുടെ ലൈഫ് നമുക്ക് അടിപൊളിയാക്കാം. ബുക്ക് വായിക്കണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് ഈ വായനാശീലം വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുന്നവർക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒപ്പം ദാ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തൊന്ന് കണ്ടു നോക്കൂ. If you like my videos, please subscribe to my channel. As always, books are magical, so keep on reading. Bye.